നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പല പെൺകുട്ടികൾക്കും പല സ്ത്രീകൾക്കും അറിയാൻ ആഗ്രഹമുള്ളതും താല്പര്യമുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എങ്ങനെയാണ് പ്രണയത്തിൽ വീഴുന്നത്? പ്രണയത്തിൽ വീഴുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങളുണ്ട്, ചില ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് അവയെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏത് പെൺകുട്ടിയാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നത്? അതായത് അവൻ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിന് നല്ലൊരു വിജയം നേടിയിട്ടുണ്ടെങ്കിൽ, നല്ലൊരു വീട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, കാറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഏതെല്ലാം കാര്യങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ, ഇത്രയും കാര്യങ്ങളിൽ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അവനെ അഭിനന്ദിക്കുന്നത്? ആരാണ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അവനെ ഏതെല്ലാം രീതിയിൽ അഭിനന്ദിക്കുന്നുവോ, ഏതൊരു മേഖലയും ആയിക്കോട്ടെ, ഏതൊരു സ്ത്രീയാണോ അത് ചെയ്യുന്നത്, ഏതൊരു പെണ്ണാണോ അത് ചെയ്യുന്നത്, അവരെ അവന് വളരെ ഇഷ്ടമായിരിക്കും. ഇഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യ കാരണം എന്ന് പറയുന്നത് അഭിനന്ദനം തന്നെയാണ്. പലരുടെ കയ്യിൽ നിന്നും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അഭിനന്ദനം എന്ന് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനെ മനസ്സിലാക്കുക എന്നതാണ്. അതായത് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ ചെയ്ത തെറ്റുകൾ, അവൻ ചെയ്ത ശരികൾ, പരാജയങ്ങൾ, നല്ല കാര്യങ്ങൾ, ചുരുക്കി പറഞ്ഞ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അവ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിരിക്കണം നിങ്ങൾ. അതായത് അതെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ നടക്കരുത്. പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം. എന്നാൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതായത് അവൻ്റെ മണ്ടത്തരങ്ങളെയും അവൻ്റെ പൊട്ടത്തരങ്ങളെയും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് മോശമായ രീതിയിൽ ആവാതെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനും കഴിയണം. അങ്ങനെയുള്ള പെൺകുട്ടികളോട് അവന് ഇഷ്ടം തോന്നും, ഇഷ്ടം കൂടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ അടക്കവും ഒതുക്കവുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ആ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ എന്ത് ചിത്രമാണ് ഉള്ളത് അതിനനുസരിച്ച് ആയിരിക്കും അവൻ്റെ പ്രണയം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ അവൻ്റെ മനസ്സിൽ അവൾ നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു ക്യാരക്ടറാണ് അവൾക്ക്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം, എനിക്ക് നല്ലൊരു പിന്തുണ ആവും, എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു തുണയായിരിക്കും. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഇവൻ്റെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു അഭിപ്രായമാണ്, നല്ല ഒരു സ്വഭാവമാണ്, നല്ലൊരു കുട്ടിയാണ് എന്നുള്ളത് അവൻ അറിയണം. അതായത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഒരു ചിത്രം അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അവൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രണയിക്കുന്ന പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഗുണങ്ങൾ ഇല്ലെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. എങ്കിലും അവനത് ബോധ്യപ്പെട്ടാൽ മതി. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാർ പറയുമായിരിക്കും അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ. അതൊന്നും അവന് പ്രശ്നമല്ല. അതായത് അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൾ നല്ല ഒരു കുട്ടിയാണ് എന്നുള്ളത്, ആ സമയം തൊട്ട് അവൻ്റെ മനസ്സിലൊരു പ്രണയത്തിൻ്റെ ഒരു നൊമ്പരം തുടങ്ങിയിരിക്കും, മുട്ടിട്ടിരിക്കും. ഇങ്ങനെയാണ് പ്രണയം ആരംഭിക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല ചിത്രം അവൻ്റെ മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, പ്രവർത്തിക്കുക. ഒരു പുരുഷന്റെ മനസ്സിൽ പ്രണയം വരുന്നതിനുള്ള നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സൗന്ദര്യം തന്നെയാണ്.
അവൾ നല്ല കുട്ടിയാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എന്നുള്ള കാഴ്ചപ്പാട്, അങ്ങനെയൊരു കാഴ്ചപ്പാട് എല്ലാ ആളുകൾക്കുമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കെട്ടണം, നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി എൻ്റെ ഭാര്യയായി വരണം എന്നുള്ള മനസ്ഥിതി എല്ലാ പുരുഷന്മാരിലുമുണ്ട്, എല്ലാ ആൺകുട്ടികളിലുമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നുവെച്ച് എല്ലാ പ്രണയത്തിനും സൗന്ദര്യം പ്രധാനപ്പെട്ടതാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഭംഗിയില്ലാത്ത ഒരു ആൺകുട്ടിയാണെങ്കിൽ പോലും അവൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഭംഗിയുള്ള കുട്ടിയെ കെട്ടണം എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രണയത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെ പറയാം സൗന്ദര്യത്തിന്. അഞ്ചാമതായി പ്രണയത്തിൽ വീഴുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ബഹുമാനമാണ്. അവനെ ബഹുമാനിക്കുന്നത് ആരാണോ അവിടെയായിരിക്കും അവൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവൻ പ്രായത്തിൽ കുറവാണോ കൂടുതലാണോ, അവൻ യോഗ്യതയുള്ളവനാണോ ഇല്ലാത്തവനാണോ, എന്തെങ്കിലും കാര്യങ്ങൾ നേടിയിട്ടുള്ളവനാണോ ഇല്ലാത്തവനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ വിഷയമല്ല. അവനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനിക്കുന്ന ആളെ അവൻ കൂടുതൽ അകമൊഴിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങും. ബഹുമാനം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അംഗീകരിക്കലും ഇതിൽപ്പെട്ടത് തന്നെയാണ്. ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് അവനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അവനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ അവനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ അഭിപ്രായം അവൾ അവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ, അവനെ മാനിക്കുന്നുണ്ടെങ്കിൽ, അവനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, അവനോട് ചോദിച്ചതിന് ശേഷമാണ് അവൾക്ക് ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആരാണോ അങ്ങനെ ചെയ്യുന്നത്, ഏത് പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഏത് സ്ത്രീയാണോ അങ്ങനെ ചെയ്യുന്നത്, അവരോട് അവനൊരു പ്രത്യേക താല്പര്യം, ഇഷ്ടം ഉണ്ടായിരിക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ബഹുമാനിക്കുകയും അവളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിർണായക കാര്യങ്ങളിലും അവനെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത്തരം പെൺകുട്ടികളോട് വളരെയധികം ഇഷ്ടമുണ്ടായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയൊക്കെ നിങ്ങളൊരു പുരുഷനെ കെയർ ചെയ്തിട്ടും കൂടെ നിന്നിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് അവരുടെ പിന്നാലെ പോകാതിരിക്കുക, വിട്ടുകളയുക.